ദീപോജ്വലനത്തിനായി ലളിത ടീച്ചറിനെ ക്ഷണിക്കട്ടെ. സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം നമഃ പരമഋഷിഭ്യഃ. വിശിഷ്ട അതിഥികളെ സ്വാഗതം ചെയ്യുന്നതിനായി ബ്രഹ്മശ്രീ പൂയപ്പള്ളി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയെ ക്ഷണിക്കുന്നു. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അഖിലാനപരാധാന്മേ ക്ഷമസ്വകരുണാനിധേ പ്രസീദമൽ ഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വകരുണാംബുധേ പ്രസീദമൽ പ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. ഇന്ന് 68ാമത് സമാധി ദിനം ആചരിക്കുന്ന ആത്മയോഗിനി അമ്മയുടെ സമാധി ദിനം നമ്മൾ എല്ലാ വർഷത്തേതും പോലെ തന്നെ സമുചിതമായിട്ട് നാരായണീയ പാരായണ സമർപ്പണത്തോടും അതിനുശേഷം നടന്ന പൂജാതി കാര്യങ്ങളോടും കൂടി ഇവിടെ സമർപ്പിച്ചു. ഇന്ന് എന്നിൽ അർപ്പിക്കപ്പെട്ടിരിക്കുന്നത് സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ്. നമുക്ക് ഇവിടെ ഇന്ന് അധ്യക്ഷ പദവിയിൽ അലങ്കരിക്കുവാൻ വേണ്ടി എത്തിയിട്ടുള്ളത് ബ്രഹ്മശ്രീ TNN നമ്പൂതിരി, ആത്മയോഗിനി അമ്മയുടെ പൂർവാശ്രമമായ ത്രയിക്കോട്ടില്ലത്തെ അംഗമാണ്. അദ്ദേഹം റാന്നി ത്രയിക്കോട്ടില്ലത്തെ അംഗമാണ്. അദ്ദേഹം പ്രതിരോധ മന്ത്രാലയത്തിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥനായിട്ട് വിരമിച്ച ആളാണ്. ഇപ്പോൾ ബാംഗ്ലൂരാണ് സ്ഥിരം താമസം. അദ്ദേഹവും ഞാനും ഒരുപോലെ തന്നെ കൊച്ചിയിൽ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് സർവീസ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിനെ ഈ വിരമിച്ചതിന് ശേഷമാണ് അദ്ദേഹം ആത്മീയ കാര്യങ്ങളിലൊക്കെ വളരെയേറെ തൽപരനായി ഒരുപാട് ആത്മീയ ലേഖനങ്ങളെല്ലാം എഴുതിയിട്ടുണ്ട്. ഇവിടെ ഇന്ന് സന്നിഹിതയായിട്ടുള്ള പ്രൊഫസർ അനീതാനന്ദജിയുടെ ഹരിനാമ കീർത്തനത്തിൻ്റെ ആമുഖവും അദ്ദേഹമാണ് എഴുതിയിട്ടുള്ളത്. അദ്ദേഹത്തിനെ ഈ സദസ്സിലേക്ക്, ഈ സത്സംഗത്തിലേക്ക് ആത്മയോഗിനി അമ്മ ട്രസ്റ്റിന് വേണ്ടിയും
മുരിയമംഗല മഠത്തിന് വേണ്ടിയും വളരെ ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. അടുത്തതായി നമുക്ക് ദീപപ്രോജ്വലനം നടത്തിയത് പ്രൊഫസർ ജെ ലളിത, സ്വയം പ്രകാശാശ്രമം, കുളത്തൂർ. ടീച്ചറെ പറ്റി പറയുകയാണെങ്കിൽ തിരുവനന്തപുരം കരമന NSS കോളേജിൽ ഇംഗ്ലീഷ് പ്രൊഫസറായിട്ട് 33 കൊല്ലം സർവീസ് ചെയ്തതിന് ശേഷം വിരമിച്ച് ആത്മീയ രംഗത്തേക്ക് ഇറങ്ങിയിട്ടുള്ള ആളാണ്. അതുമാത്രവുമല്ല, അമ്മയെക്കുറിച്ച് പറയണമെങ്കിൽ കേരള പാണിനി AR രാജരാജവർമ്മയുടെ അനന്തരവളും കൂടിയാണ്, കൊച്ചുമകൾ കൂടിയാണ്. ടീച്ചറെയും ഈ സദസ്സിലേക്ക്, ഈ സമ്മേളനത്തിലേക്ക് വളരെ ഹാർദവപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. അടുത്തതായി നമുക്കിന്ന് മുഖ്യ പ്രഭാഷണത്തിനായി എത്തിച്ചേർന്നിരിക്കുന്ന രാജീവ് ഇരിങ്ങാലക്കുട സാർ, നമ്മുടെ തീർത്ഥപാദ സമ്പ്രദായങ്ങളിലെ സ്വാമിമാരുടെ പൂർവാശ്രമം മുതൽ ഗവേഷണം നടത്തി കൊണ്ടിരിക്കുകയും ഒരുപാട് ആത്മീയ ലേഖനങ്ങൾ രചിച്ചിട്ടുള്ള ആളുകൂടിയാണ്. മാത്രവുമല്ല, വിവേകാനന്ദ സ്വാമികളുടെ കേരളത്തിലേക്കുള്ള വരവും ചട്ടമ്പി സ്വാമികളുമായിട്ടുള്ള കൂടിക്കാഴ്ചയെ പറ്റിയുള്ള ഗവേഷണ പഠനങ്ങളും ഒക്കെ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അദ്ദേഹം ഒരു അധ്യാപകൻ കൂടിയായിരുന്നു. എങ്കിലും ഇതുവരെ ഇപ്പോഴും പഠനം നിർത്തിയിട്ടില്ല എന്നുകൂടി അദ്ദേഹത്തെക്കുറിച്ച് പറയണം. ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ കൂടിയാണ്. അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പ്രൊഫസർ, ഇനി അടുത്തതായി നമുക്ക് പറയാനുള്ളത് പ്രൊഫസർ അനീതാനന്ദജിയാണ്. തിരുവനന്തപുരം കരമന NSS കോളേജിൽ നിന്നും 33 വർഷം അധ്യാപികയായിട്ട് സേവനം ചെയ്ത് വിരമിച്ച അനീതാനന്ദജി ഒരുപാട് ആത്മീയ ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുള്ള ആളാണ്. ഇവിടെ ഇരിക്കുന്ന ഹരിനാമ കീർത്തനം അതിൽ ഒന്ന് മാത്രമാണ്. ശരിക്കും രമണ മഹർഷിയെ ആത്മീയ ഗുരുവായി കാണുകയും ആത്മീയ ഗുരുവായിട്ട് കണ്ടുകൊണ്ട് ഇപ്പോഴും ആത്മീയ പാതയിൽ തന്നെ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരാൾ കൂടിയാണ്. ഒരു കാഷായം ധരിക്കാത്ത ഒരു സന്യാസി വരികയാണ് എന്നുകൂടി നമ്മൾ ആ അമ്മയെക്കുറിച്ച് പറയണം. അമ്മയെ കൂടി ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുകയാണ്. അടുത്തതായി നമുക്ക് ആശംസകൾ അറിയിക്കാൻ വന്നിട്ടുള്ള ശ്രീ ഗോപിനാഥൻ പിള്ള സാർ. അദ്ദേഹം നീലകണ്ഠ തീർത്ഥപാദാശ്രമത്തിലെ ട്രസ്റ്റി അംഗം കൂടിയാണ്. മാത്രമല്ല, അദ്ദേഹം സ്ഥിരതാമസം അമേരിക്കയിലാണ്. ഇവിടെ ആത്മീയമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുള്ളപ്പോൾ മാത്രമാണ് അദ്ദേഹം ഇവിടെ പങ്കെടുത്തിട്ട് തിരിച്ചു പോകുന്ന ഒരാളാണ്. അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പിന്നെ നമുക്കെല്ലാവർക്കും സ്ഥിരപരിചിതനായിട്ടുള്ള നമ്മുടെ മെമ്പർ ശ്രീ രാജശേഖരൻ പിള്ളയെ പ്രത്യേകിച്ച് നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ടെന്ന് ആവശ്യമില്ല. അദ്ദേഹം ഏതൊരു കാര്യമുണ്ടെങ്കിലും മുരിയമംഗല മഠത്തിലേക്ക് മാത്രമല്ല, നമുക്ക് എല്ലാവർക്കും പ്രത്യേകിച്ച് നമ്മുടെ എന്തെങ്കിലും ഒരു വിവാഹമോ എന്ത് കാര്യമുണ്ടെങ്കിലും എല്ലാ കാര്യങ്ങളിലും മുൻപിൽ വന്ന് നിൽക്കുന്ന അദ്ദേഹത്തെയും സഹർഷം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായി ബ്രഹ്മശ്രീ രാജ്കുമാർ ത്രൈക്കോട്ടില്ലത്തെ ഒരംഗം കൂടിയാണ്. അവിടുത്തെ ത്രൈക്കോട്ടില്ലത്തെ സ്കൂളിൽ തന്നെ ജോലി ചെയ്തു വരുന്നു. അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇനി അധ്യക്ഷ പ്രസംഗത്തിനായി ബ്രഹ്മശ്രീ TNN നമ്പൂതിരി അവർകളെ സ്വാഗതം ചെയ്യുന്നു. സദസ്സിലിരിക്കുന്ന വിശിഷ്ട അതിഥികളെ, വേദിയിൽ അവരെയൊക്കെ ശ്രദ്ധിക്കുവാൻ കേൾക്കുവാനിരിക്കുന്ന സജ്ജനങ്ങളെ, ഗുരുജനങ്ങളെ, ആത്മയോഗിനി അമ്മയുടെ 68ാം സമാധി ദിനത്തിൽ എന്താണ് സംസാരിക്കേണ്ടത് എന്ന്
പ്രത്യേകിച്ച് പറയാനില്ല. സംസാരിക്കാനുള്ളത്, പറയാനുള്ളത് ആത്മയോഗിനി അമ്മയെക്കുറിച്ച്, അവരുടെ ജീവിതത്തെക്കുറിച്ച്, ആത്മീയ സബര്യയെക്കുറിച്ച്, ജീവിതം എന്തിനു വേണ്ടിയാണ് ഒഴിഞ്ഞു വെച്ചത് എന്നുള്ള കാര്യത്തെക്കുറിച്ച്. അങ്ങനെ രസകരമെന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം. ഞാൻ ഇങ്ങനെയാണ് പറയാൻ ആരംഭിക്കുന്നത്. ശബരിമലയിൽ നിന്ന് 30 നാഴിക വടക്കു പടിഞ്ഞാറ്, കടലിൽ നിന്ന് 66 നാഴിക കിഴക്ക്, എരുമേലിക്കും കോന്നിക്കുമിടയിൽ അല്ല നിലയ്ക്കലിനുമിടയിൽ റാന്നിയിൽ കിഴക്കൊരു പമ്പ, പടിഞ്ഞാറ് വയൽ, ഇടയിൽ തറവാട്, നാലുകെട്ട്, ഒരു കൂവളത്തറ, തേവാരത്തിൽ കൃഷ്ണൻ, ദുഃഖങ്ങൾ തീർക്കുവാൻ ദുർഗയും ദുരിതമകറ്റുവാൻ പല പല ഈശ്വരന്മാരും. അങ്ങനെ പ്രാർത്ഥിക്കുകയായിരുന്നു ആര്? ആത്മയോഗിനിയമ്മ. ദീപം ദീപം ദീപമെന്ന് സന്ധ്യാസമയങ്ങളിൽ പൂമുഖത്തും തേവാരത്തിലും കൂവളത്തറയിലും വിളക്ക് കൊളുത്തി ആ ദീപം കാട്ടിയിരുന്ന ആത്മയോഗിനി അമ്മയെ അനുസ്മരിക്കുന്നത് എന്ന ദീപം തെളിയിച്ചത് കാവിയുടുക്കാത്ത സന്യാസിനി എന്ന് പറയാവുന്ന പ്രൊഫസർ ലളിത ടീച്ചറാണ്. നമസ്കരിക്കട്ടെ ആ മഹത്വത്തിന് മുമ്പിൽ നമ്മളുടെ നമസ്കാരം പ്രത്യേകമായി. ധർമ്മദൈവങ്ങളും പേരറിയാത്ത രക്ഷസുകളും തറവാട് സംരക്ഷിച്ചു കൊണ്ടിരുന്ന രക്ഷസുകളുമൊക്കെയുള്ള ഇല്ലത്തു നിന്ന് വിവാഹിതയായി ഇവിടേക്കാണ് വന്നത്. ഈ ഇല്ലത്തേക്ക് നിയതിയുടെ അല്ലെങ്കിൽ വിധിയുടെ ഒരു കളിയെന്നോ അല്ലെങ്കിൽ മായയുടെ ഒരു മായാജാലമെന്നോ പറയാവുന്ന രീതിയിൽ 10 വർഷത്തിന് ശേഷം വിവാഹം കഴിഞ്ഞ് വിധവയായി തീർന്നു. ആ വിധവയായി തീർന്ന മുത്തശ്ശി ഇവിടെ നിന്ന് തിരിച്ച് റാന്നിയിലേക്ക് പോകണമോ, റാന്നിയിൽ ചെന്നു കഴിഞ്ഞ് തിരിച്ച് ഭർതൃഗ്രഹത്തിലേക്ക് മടങ്ങണമോ എന്നൊന്നും തീരുമാനിച്ചു നിന്നില്ല. അമ്മ പറഞ്ഞത് ജീവിത ഉദ്ദേശമെന്താണ്, ലക്ഷ്യമെന്താണ്, ജീവനെന്ത്, ജീവിതമെന്ത്, ജീവിത ലക്ഷ്യമെന്തെന്നറിയാവുന്ന ഒരു അമ്മയ്ക്ക് ആദ്യം അമ്മയുടെ പേര് എന്ന് പറയുന്നത് പൂർവാശ്രമത്തിലെ പേര് ലക്ഷ്മിക്കുട്ടി അന്തർജനമെന്നായിരുന്നുവെങ്കിൽ അവരെ വിളിച്ചിരുന്നത് കുഞ്ഞുലക്ഷ്മി എന്നായിരുന്നു. കുഞ്ഞുലക്ഷ്മിക്ക് ഇനി എന്തു ചെയ്യണമെന്ന് ആരും പറഞ്ഞു കൊടുക്കേണ്ടി വന്നിരുന്നില്ല. എല്ലാം അറിഞ്ഞ ഒരാളെപ്പോലെ മനസ്ഥൈര്യത്തോടുകൂടി തൻ്റെ ചിന്താ പദ്ധതികളെ താൻ തന്നെ എന്തു ചെയ്യണം, ആത്മാന്വേഷണം എന്ന് പറഞ്ഞാൽ അവനവനെ അറിയുക എന്നുള്ളതാണ്. 20ാമത്തെ വയസ്സിൽ അവനവനെ അറിയത്തക്ക രീതിയിലുള്ള ചിന്താ പദ്ധതികൾ, സ്വന്തം എന്തു ചെയ്യണമെന്നറിയാവുന്ന രീതിയിൽ സെൽഫ് റിലയൻസ് എന്ന് പറയുന്ന ഒരു ഇതുണ്ടല്ലോ, എന്താ പറയുക, മറ്റാരോടും ചോദിക്കേണ്ടാത്ത രീതിയിൽ തൻ്റെ അന്തരാത്മാവ് തന്നെ പ്രേരിപ്പിക്കുന്നു. എവിടേക്ക് പോകണം, എന്തു ചെയ്യണം, സന്യാസം സ്വീകരിക്കുവാൻ തീരുമാനിച്ചു എന്നുള്ളതാണ്. കഥയൊന്നും അധികം പറയാനില്ല. ഇവിടെ വന്നപ്പോഴാണ് തിരിച്ചിനി അങ്ങോട്ട് പോകണമോ എന്നുള്ള ഒരു ചിന്ത വന്നത്. കൃഷ്ണൻ അവിടെ തേവാരത്തിലുള്ളത് കൊണ്ട് തേവാരത്തിൽ പൂജ കഴിക്കാൻ ഞാൻ തന്നെ വേണമെന്ന് സ്വയം തീരുമാനിച്ചുകൊണ്ട് ആ ഇല്ലത്തേക്ക് ചെന്ന് തേവാരത്തിലിരുന്ന് ഭഗവതിമാരോടും ഭഗവാന്മാരോടും കൃഷ്ണനോട് പ്രത്യേകിച്ചും സംസാരിച്ചിരുന്ന ആ എന്താ പറയുക, നവരാത്രി കാലങ്ങളിൽ മാത്രമല്ല മൗനവ്രതം ആചരിച്ചിരുന്നത്. ജ്ഞാനേ മൗനം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ജ്ഞാനേ മൗനം എന്ന് പറയുന്നതിൻ്റെ പേഴ്സോണിഫിക്കേഷൻസെന്നോ അല്ലെങ്കിൽ മൂർത്തഭാവമെന്നോ ഒക്കെ പറയാൻ യഥാർത്ഥത്തിൽ തന്നെ പിൻഗാമികളെ സൃഷ്ടിക്കുകയായിരുന്നില്ല ആത്മയോഗിനി അമ്മ ചെയ്തത്. പിൻഗാമികളെ സൃഷ്ടിക്കുന്നതിന് വേണ്ടി വെമ്പൽ കൊള്ളുന്ന വർത്തമാനകാല സമൂഹത്തിന് ഒരു ഉത്തരം: നിങ്ങൾ പിൻഗാമികളെ സൃഷ്ടിക്കണോ? നിങ്ങളുടെ ചിന്തകളെ മറ്റുള്ളവരെ അടിച്ചേൽപ്പിക്കണമോ? അങ്ങനെയൊന്നും ചിന്തിക്കാത്ത ഒരു മുത്തശ്ശി ആത്മബലം കൊണ്ട് ആജ്ഞാശക്തി ആർജിച്ച
ഒരു സ്ത്രീത്വത്തിന് മുമ്പിൽ നമസ്കരിക്കുക മാത്രമേ ചെയ്യുവാനുള്ളൂ. കൂടുതൽ പറയുവാൻ വാക്കുകളുണ്ട്, ആശയങ്ങളുമുണ്ട്. ഇതിനെക്കുറിച്ച് ആധികാരികമായി പഠിക്കുകയും ചിന്തിക്കുകയും എഴുതുകയും ആ കാര്യങ്ങളൊക്കെ ലോകത്തിന് പ്രചരിപ്പിക്കുകയും ചെയ്ത ഡോക്ടർ രാജീവ് ഇരിങ്ങാലക്കുട ഇവിടെയുണ്ട്. തീർത്ഥപാദ സമ്പ്രദായത്തിലെ ആ പദ്ധതികളെക്കുറിച്ച് വിചാരം ചെയ്യുവാനുള്ള അവസരമാണ്. അദ്ദേഹം സംസാരിക്കും. അഭിവന്ദിയായ പ്രൊഫസർ ലളിത ടീച്ചർ നിങ്ങളോട് ചില വാക്കുകൾ പങ്കിടുവാൻ, മനസ്സ് പങ്കിടുവാൻ ഞാൻ പ്രത്യേകം ക്ഷണിക്കുന്നു. സദ്ഗുരുപാദ പത്മമനിശം വന്ദേ പ്രകാശം സ്വയം വന്ദേ സർവചരാചരാത്മ നിലയം വന്ദേ കൃപാംഭോ നിധിം വന്ദേ നിത്യനിരാമയോ നിരുപമോ വന്ദേ ശാന്തിനികേതനം മമ ഗുരും വന്ദേ ശിവം ശങ്കരം. ഇന്നിവിടെ കൂടിയിരിക്കുന്ന ശുഭദിനത്തിൽ എനിക്ക് കൂടുതലായിട്ടൊന്നും സംസാരിക്കാൻ അറിയില്ല. ഇവിടെ എല്ലാം പറഞ്ഞു കഴിഞ്ഞു. അറിവുള്ളവരും ഭക്തരും എല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഇനി ആകെ എനിക്ക് ഇവിടെ വന്നു ചേരാനുള്ള ഒരു സുഹൃതം കിട്ടിയതിനെപ്പറ്റി മാത്രമേ പറയാനുള്ളൂ. ഇവിടുത്തെ സമാധിസ്ഥയായ അമ്മ 68ാമത്തെ ഈ ദിനത്തിൽ, സമാധി ദിനത്തിൽ എങ്ങനെയാണ് ആദരിക്കപ്പെടുന്നതെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പം ആ അമ്മയുടെ അനുഗ്രഹം, അമ്മയുടെ ഗുരുക്കന്മാരുടെയും അനുഗ്രഹം, ചട്ടമ്പി സ്വാമി മുതൽ താഴോട്ടുള്ള എല്ലാ സ്വാമിമാരുടെയും അനുഗ്രഹം ഉണ്ടായിരിക്കണം, എല്ലാവർക്കും ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഞാൻ സ്വയംപ്രകാശ ആശ്രമത്തിലെ ഗുരുപരമ്പരയിലെ ഒരു ശിഷ്യയാണ്. അവിടെ ഞാൻ 31 കൊല്ലമായിട്ട് കഴിയുകയാണ്. അത് കൂടാണ്ട് പല പല സദ്ഗുരുക്കന്മാരുടെയും അനുഗ്രഹം, ഏകദേശം 14 ഗുരുക്കന്മാരുടെ അനുഗ്രഹം ഞാൻ നേരിട്ട് വാങ്ങിച്ചിട്ടുണ്ട്. അതെനിക്ക് കിട്ടി, അതിൻ്റെ ഒരു പുണ്യം എനിക്ക് ഉണ്ടായി എന്നുള്ളത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇവിടുത്തെ അമ്മയുടെ കാര്യങ്ങളെല്ലാം ഈ ഭക്തജനങ്ങൾക്കെല്ലാം അറിയാം. ഇതിനെപ്പറ്റി കൂടുതലൊന്നും എനിക്ക് പറയേണ്ട കാര്യമില്ല. ആ അമ്മയ്ക്കും എല്ലാവർക്കും ഞാൻ പാദനമസ്കാരം ചെയ്യുന്നു. ഓം സദ്ഗുരുവേ നമഃ. ഗോപിനാഥപിള്ള ട്രസ്റ്റി നീലകണ്ഠ തീർത്ഥാശ്രമം നിങ്ങളോട് സംസാരിക്കുന്നു. ഓം ഈശ്വരോ ഗുരുരത്മേതി മൂർത്തിഭേദവിഭാഗിനി വ്യോമവത് വ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തയേ നമഃ. എനിക്ക് കഴിഞ്ഞ ഒരു ദശകം അതിൽ കൂടുതൽ വർഷങ്ങളായിട്ട് നീലകണ്ഠതീർത്ഥപാദസ്വാമികളും അദ്ദേഹത്തിൻ്റെ ആശ്രമവുമായിട്ട് അടുത്ത ബന്ധം പുലർത്താൻ കഴിഞ്ഞു വന്നിട്ടുണ്ട്. സ്വാമിയുടെ വളരെ പ്രശസ്തയും സ്വാമിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതുമായിട്ടുള്ള ഒരു ശിഷ്യയായിരുന്നു ആത്മയോഗിനി അമ്മ എന്നറിയാവുന്നതാണ്. അതുപോലെ ആശ്രമത്തിൻ്റെ ഒരു ട്രസ്റ്റ് രൂപീകരിച്ചതിന് ശേഷം, നീലകണ്ഠതീർത്ഥപാദസ്വാമി ആശ്രമ ട്രസ്റ്റ് രൂപീകരിച്ചതിന് ശേഷം, സ്വാമിയുടെ സമാധിക്ക് ശേഷമാണ് അത് രൂപം കൊണ്ടത്. ആത്മയോഗിനി അമ്മയും ആ
ട്രസ്റ്റിലെ ഒരംഗമായി പ്രവർത്തിച്ചിട്ടുണ്ട് എന്നും അറിവുള്ളതാണ്. അതിനുശേഷം ആശ്രമത്തിൻ്റെ പരമ്പര ആ നിയമാവലി അനുസരിച്ച് വാഴൂർ ആശ്രമത്തിൻ്റെയും പുന്നക്കുളം നീലകണ്ഠതീർത്ഥപാദ ആശ്രമത്തിൻ്റെയും എഴുമറ്റൂർ ആശ്രമത്തിൻ്റെയും മഠാധിപതി ആകേണ്ടിയിരുന്നത് ആത്മയോഗിനി അമ്മയാണ് ആയിരുന്നു. പക്ഷേ നമുക്ക് അറിയാം, ഹിമാലയത്തിൽ എവറസ്റ്റ് കയറുന്നത് വളരെ പ്രയാസമുള്ള ഒരു കാര്യമാണ്. എവറസ്റ്റിൽ എത്തിക്കഴിഞ്ഞിരുന്നാൽ അവിടെ നമുക്ക് വീട് വെച്ച് താമസിക്കണമെന്നൊന്നും നാം ആഗ്രഹിക്കാറില്ല. അതുപോലെ അമ്മയ്ക്കും അങ്ങനെയുള്ള ഔന്നത്യത്തിലുള്ള പൊസിഷനൊന്നും അമ്മ ആഗ്രഹിച്ചിരുന്നില്ല. അമ്മ ആ മഠാധിപതി എന്നുള്ള സ്ഥാനം സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല, ആ ബോർഡിലെ ട്രസ്റ്റ് ബോർഡിൻ്റെ അംഗത്വം കൂടി അമ്മ നിരാകരിച്ചു. അതിൽ നിന്നും രാജിവെച്ചു. ആത്മയോഗിനിയമ്മ പബ്ലിക്കേഷൻസ് ആദ്യം പുറത്തിറക്കുന്ന ഹരിനാമ കീർത്തനം, തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ്റെ ഹരിനാമ കീർത്തനത്തിൻ്റെ വ്യാഖ്യാനം എഴുതിയിരിക്കുന്ന, അത് രചിച്ച ഗ്രന്ഥകർത്താവ് തന്നെയാണ് ശ്രീമതി അനീത ആനന്ദ. ഇവിടെ ആത്മയോഗിനി അമ്മയുടെ ഹരിനാമകീർത്തനത്തിൽ ആത്മയോഗിനി അമ്മയുടെ ഒരു ഛായാചിത്രവുമുണ്ട്. പിന്നെ ഇത് ആദ്യത്തെ പബ്ലിക്കേഷനാണ്. ഇത് പ്രൊഫസർ ലളിത ടീച്ചർക്ക് നൽകിക്കൊണ്ട് 2 വാക്ക് അനീതാനന്ദ നമ്മോട് സംസാരിക്കുന്നതാണ്. എൻ്റെ ഗുരുനാഥ തുല്യായ ലളിത ടീച്ചറിന് ആദ്യത്തെ ബുക്ക് നൽകാൻ സാധിച്ചതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ടീച്ചറിവിടെ വരുമെന്ന് ഞാൻ ഒരിക്കൽ പോലും ആലോചിച്ചിരുന്നില്ല. പെട്ടെന്നൊരു ദിവസം എന്നെ വിളിച്ചു പറഞ്ഞു ലളിത ടീച്ചറും ഡോക്ടർ രാജീവും വരുന്നുണ്ടെന്ന്. അപ്പം തന്നെ ഞാൻ ടീച്ചറിനെ വിളിച്ചു പറഞ്ഞു, ടീച്ചർ എൻ്റെ ഒരു ബുക്ക് സ്വീകരിക്കണം എന്ന്. ഞാൻ കാലത്തിലും നിയോഗങ്ങളിലും വിശ്വസിക്കുന്ന വ്യക്തിയാണ്. ഇപ്പോൾ ആത്മയോഗിനി അമ്മയുടെ പേരിൽ ഒരു പബ്ലിക്കേഷൻ ഉണ്ടാവുകയും ആ പബ്ലിക്കേഷനിൽ എൻ്റെ ബുക്ക് ആദ്യമായിട്ട് പുറത്തിറക്കാൻ സാധിക്കുകയും ചെയ്തതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഇവിടുത്തെ ശ്രീവത്സ ശർമ്മയ്ക്ക് ഒരു കോപ്പി ഇതിൻ്റെ ആത്മയോഗിനി അമ്മ പബ്ലിക്കേഷൻസിൻ്റെ, അതായത് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ്റെ ഹരിനാമകീർത്തനത്തിൻ്റെ ഒരു കോപ്പി ഗ്രന്ഥകർത്തൃനി തന്നെ നൽകുന്നു. രാജീവ് ഇരിങ്ങാലക്കുട അവർക്ക് ഒരു കോപ്പി അനിതാനന്ദ തന്നെ നൽകുന്നു.